ഹായ്, രണ്ടുപേർ തമ്മിലുള്ള അലസണ്ടയാണ്. അതിനകത്ത് ഞാൻ എന്തുകൊണ്ട് ഈ മാറ്റർ എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവാസിയായ ഒരാളാണ് ഇതിനെപ്പറ്റി പറയുന്നത്. പ്രവാസത്തിനെ പറ്റി പറയുന്നുണ്ട്. പ്രവാസത്തിൽ പുള്ളി ഉണ്ടായിരുന്ന സമയത്ത് സമ്പാദിച്ച തുക നാട്ടിലേക്ക് അയക്കുകയും 30 ലക്ഷത്തോളം രൂപ നാട്ടിൽ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് ഒരു വസ്തു വാങ്ങാനും അതിൽ വീട് വയ്ക്കാനുമുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തപ്പോൾ മക്കളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന ഡാൻസ് മാഷിൻ്റെ ഒപ്പം പുള്ളിക്കാരത്തി കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ പരാതി. അപ്പോൾ പരാതിയുടെ സാരാംശം കേൾക്കാം. മറ്റു പ്രവാസികളടുത്ത് പറയാനുള്ളത്, ഒരിക്കലും ഇനി ഒരു പ്രവാസിക്ക് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ പ്രവാസികളും വൈഫിനായിരുന്നാലും അമ്മയ്ക്കായിരുന്നാലും സഹോദരങ്ങൾക്കായിരുന്നാലും പൈസ പരമായിട്ട് അയക്കുമ്പോൾ അതിനെല്ലാത്തിനും എല്ലാ രേഖകളും കരുതി വേണം ഇനി അവർക്കൊക്കെ പൈസ അയക്കാൻ. അല്ലെങ്കിൽ എന്നെ പോലെ നല്ല ഭംഗിയായിട്ട് ചതിക്കപ്പെടും. പറഞ്ഞുകൊണ്ടാണ് എനിക്ക് വാട്സപ്പിൽ ഒരു ഫോട്ടോ ഇട്ട് തന്നത്. അതും കൂടെ ഇട്ട് തന്നെങ്കിൽ നമ്മളെ കല്യാണം നമ്മളെത്തി 4 ആൾ അറിയിച്ച് കെട്ടിയേനെ എന്നാണ് വൈഫ് എന്നോട് വിളിച്ച് പറഞ്ഞിട്ട് ഫോട്ടോ ഇട്ട് തന്നേക്കുന്നത്. എൻ്റെ മോള് ഡാൻസറാണ് കമൽ രാജ്. ഇയാൾ വെറുതെ ആരോപിക്കുന്നതാണ്. ഇത് നല്ല ഫ്രണ്ട്സാണ്. മോളുടെ ഡാൻസ് ടീച്ചറുമായിട്ട് പുള്ളിക്കാരത്തി ഇറങ്ങിപ്പോയെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഡെപ്തിലുള്ള സ്റ്റോറി അവർ പറയുന്നതേ എനിക്കറിയുള്ളൂ. ഈ ഒരു വസ്തുവിനെ ചൊല്ലിയാണ് പുള്ളിക്കാരൻ തർക്കം പറയുന്നത്. 30 ലക്ഷം രൂപയും കൊണ്ടാണ് അവൾ പോയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. പുള്ളി പൈസ അയച്ചു കൊടുത്തതിന് രേഖകൾ കാണിക്കുന്നുണ്ട്. കുടുംബത്തിലേക്ക് ചിലവിനായിട്ട് പുള്ളി പൈസ അയച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇതൊക്കെ വാങ്ങി എടുത്തിട്ടുമുണ്ട്. കുട്ടിയെ ഡാൻസൊക്കെ പഠിക്കാൻ വിടണമെങ്കിൽ, അവൾ ട്യൂഷനൊക്കെ വിടുന്നതിനപ്പുറം ഡാൻസൊക്കെ പഠിക്കാൻ വിടണമെങ്കിൽ അത്രത്തോളം രീതിയിൽ നല്ല ഫെസിലിറ്റൈസ് ചെയ്ത് അയാൾ വെച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവർ തമ്മിൽ നടന്ന എന്തോ അലസണ്ടയിലാണ് ഇപ്പോൾ ഈ പൈസയുടെ മാറ്റർ വരുന്നതും പ്രവാസികളെ ഒന്നടങ്കം പുള്ളി അഡ്രസ്സ് ചെയ്യുന്നത്. പ്രവാസം ഒരു ദുരിതം തന്നെയാണ്. അത് ആർക്കൊക്കെ സേഫാണ്, ആർക്കൊക്കെ സന്തോഷം കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ വളർന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മളെ പറിച്ച് നടപ്പെടുകയാണ് പ്രവാസത്തിലേക്ക്. അതൊരു ഹൊറിബിൾ എക്സ്പീരിയൻസ് ആണ്. നമുക്കവിടെ എത്ര വലിയ സാലറി ഉണ്ടെങ്കിലും, എത്ര വലിയ സന്തോഷമുണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരിൽ നിന്ന് ദൂരേക്ക് നിന്നുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. എൻ്റെ ഒരു 22 വർഷക്കാലത്തോളം ഞാൻ പ്രവാസിയായിരുന്നു. സന്തോഷം, പക്ഷേ ഫിനാൻഷ്യൽ സെറ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ ഫിനാൻഷ്യലി സൗണ്ടാണ് ഒക്കെ ആണെങ്കിൽ പോലും എവിടെയോ ഒരു നികത്താനാകാത്തൊരു നഷ്ടം എനിക്കുണ്ട്. ഒരുപക്ഷെ തുറന്നു പറയുകയാണെങ്കിൽ എൻ്റെ 22 വർഷമാണ് എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കുണ്ട് അതിൻ്റെ ഡെപ്ത്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇത് ഒരുപാട് പ്രവാസികൾ അനുഭവിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് വ്യക്തതയില്ല. എനിക്ക് മനസ്സിലായത് ഇതാണ്, അയാളുടെ ലാക്ക് ഓഫ് കെയറിൽ അവൾ ചൂസ് ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ ചൂസൊക്കെ ചെയ്യാം. അയാൾ കെയർ ചെയ്യുന്നില്ല, അയാൾ തല്ലുന്നു, അയാളൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഉപേക്ഷിച്ചിട്ട് അയാൾക്കൊപ്പം പോകുന്നതിൽ തെറ്റൊന്നുമില്ല. ടോക്സിക് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെന്ന് ആരും പറയത്തില്ല. പക്ഷെ ഒരു വ്യക്തിയുടെ എല്ലാ ബലവും നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അയാളെ തറ പറ്റിച്ചുകൊണ്ട് മറ്റൊരു ലൈഫ് കയറി സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നത് വളരെ തെറ്റായ ഒരു രീതിയാണ്. ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ പ്രവാസികൾക്ക് മിക്കവാറും പറയാൻ ഒരുപാട് കഥകളുണ്ടെങ്കിലും അവരുടെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നാട്ടിൽ അവരെ കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങളാണ്. മിക്കവാറും പ്രവാസികൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, കുടുംബത്തെ കരകയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്വന്തം ജീവിതം എങ്ങും എത്താതെ നിൽക്കും. ഇത് കഴിഞ്ഞിട്ട് അടുത്തത്, അത് കഴിഞ്ഞിട്ട് അടുത്തത്, അത് കഴിഞ്ഞ നാട്ടിലെത്താമല്ലോ. ഓരോ പ്രവാസിയും അങ്ങനെയാണ്. അവസാനം മരിക്കാനായി നാട്ടിലേക്ക് വരുന്ന പ്രവാസികളാണ് മെജോറിറ്റി. ചിലരൊക്കെ മരിച്ച് നാട്ടിലേക്ക് വരുന്നവരുമുണ്ട്. അവരുടെ വേദനയോ വിഷമങ്ങളോ ഒന്നും പുറത്തേക്ക് പറയാതെ ആ ഫ്രസ്ട്രേഷൻ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഇവരോട് എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് തീർക്കുമ്പോൾ ഇങ്ങനെ നഷ്ടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഈ 2 ഭാഗത്തും ശരികളും 2 ഭാഗത്തും ഭയങ്കരമായ തെറ്റുകളുമുണ്ട്. അപ്പം 2 ഭാഗത്തെയും ന്യായീകരിക്കാനോ അന്യായപ്പെടുത്താനോ പറ്റുന്ന ഒരു സാഹചര്യമില്ല. പ്രവാസികൾക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം. പൊതുവിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ പ്രവാസികളായിരിക്കുമ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ പുറത്തു പറയത്തില്ല. അതൊരു എന്തോ ഒരു കുഴപ്പമായിട്ടാണ് വിചാരിക്കുന്നത്. എന്നെക്കൊണ്ട് ഇത്രയും പറ്റും. ഇപ്പോൾ നിങ്ങൾക്കൊരു 10,000 ആണ് നിങ്ങളുടെ ഏർണിങ്സ് എങ്കിൽ നിങ്ങൾ വീട്ടിൽ 2,000 എന്നേ പറയാൻ പാടുള്ളൂ. ദാറ്റ് 8,000 നിങ്ങൾ കീപ്പ് ചെയ്യണം. എല്ലാവരെ കൊണ്ടും പറ്റാറില്ല, പക്ഷെ ചെയ്യണം, നിർബന്ധമായും ചെയ്യണം. ആ 8,000 ആരോടത്തും പറയാനും പാടില്ല. 2,000-ൽ അവരെ കൊടുത്ത് ജീവിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം. 8,000 നിങ്ങൾ സെക്യൂർ ആക്കി വെക്കണം. നിങ്ങൾക്ക് വേണ്ട വസ്തുവോ നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ എന്ത് സംഗതിയാണെങ്കിലും നിങ്ങളുടെ കാര്യക്ഷമത, അതായത് നിങ്ങളുടെ മേൽനോട്ടത്തിൽ വാങ്ങിക്കാനും നിങ്ങൾ വന്ന് തന്നെ ചെയ്യാനും ശ്രമിക്കണം.
അതിനെ ഒരു തേർഡ് പേഴ്സണെ ഏൽപ്പിക്കുകയോ ചെയ്യരുത്. ഭാര്യയായാലും അമ്മയായാലും സഹോദരങ്ങളായാൽ പോലും ചെയ്യരുത്. നിങ്ങൾ വരിക, നിങ്ങൾ തന്നെ ചെയ്യുക, അതാണ് ശരി. ഈ പണം അത്രയും അയച്ചു കൊടുത്തതിന് ഈ തീർച്ചയായിട്ടും രേഖകളുണ്ടെങ്കിൽ ഈ കുട്ടിയിൽ നിന്ന് ആ പൈസ റീകളക്ട് ചെയ്യാൻ അയാൾക്ക് സാധിക്കും. പക്ഷേ വളരെ പാടാണ്, കാരണം അത്രത്തോളം അതൊരു സിവിൽ കേസാണ്, നടപടിയാണ്. അപ്പോൾ ഒരുപാട് ദിവസം, ഒരുപാട് വർഷങ്ങൾ ഇത് പറയേണ്ടി വരും. പിന്നെ ഒരു കാര്യത്തിൽ പുള്ളിക്ക് സമാധാനിക്കാം, അവർ പോയെങ്കിൽ പോട്ടെ. നിങ്ങളുടെ സ്പേസിലേക്ക്, അതായത് നിങ്ങളുടെ ബെഡിലേക്ക് മറ്റൊരാളെ ചിന്തിച്ചാൽ പോലും പിന്നെ അടുപ്പിക്കരുത്. എൻ്റെ പേഴ്സണൽ ചോയ്സ് അതാണ്. ഞാൻ ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല മറ്റൊരാളെ ചിന്തിക്കുന്ന വ്യക്തി പോലും നമുക്കൊപ്പം പിന്നെ ജീവിക്കാൻ അർഹതയില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഏബിളാണ്. ഒരു കുടുംബം സംരക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. കുഞ്ഞുങ്ങൾക്കൊരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അമ്മ എന്ന നിലയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്യട്ടെ. അല്ലാത്തടത്ത് നിങ്ങൾ ഇതിനെ ക്യാഷ്വലായിട്ട് തന്നെ എടുക്കണം. പറയുമ്പോൾ ഈസി ആയിരിക്കാം, പക്ഷെ സീരിയസ്ലി അതാണ് ഈസി വേ. ഇങ്ങനെ ഒരു ജന്തു നിങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങളെ ഭാവിയിൽ ഒരുപാട് ചതിച്ചിട്ടുണ്ടാകുമെങ്കിൽ അതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ആ ഒരു സ്പേസ് അവർ ഒഴിഞ്ഞു വന്നിട്ട് അവരവരെ പാട് നോക്കി പോകട്ടെ. നിങ്ങളിൽ എന്തോ കുറവ് കണ്ട് അവനിൽ എന്തോ കൂടുതൽ കണ്ടിട്ടായിരിക്കുമല്ലോ പോകുന്നത്. പക്ഷെ നിങ്ങളുടെ പണം തിരിച്ചു വാങ്ങാൻ നിങ്ങൾ ആക്ഷൻ എടുക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊടുക്കരുത്. കാരണം ഇത്തരത്തിൽ പോകുന്ന ഒരു അമ്മ ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു നല്ല മെസ്സേജ് അല്ല. ഒരു കാരണവശാലും ആ കുട്ടികൾ ആ അമ്മയുടെ തണലിൽ വാഴാൻ പാടില്ല. അമ്മയ്ക്ക് കാണാനുള്ള പരിമിതിയൊക്കെ കൊടുക്കുക, മീൻസ് മാസത്തിൽ ഒരിക്കൽ വന്ന് കാണാൻ. ഇപ്പം അത് സെറ്റിലാക്കിയിട്ടുണ്ടെന്നാണ് പുള്ളിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. പുള്ളി പറയണതും അത് തന്നെയാണ്. അവരുടെ അമ്മ നോക്കിക്കൊള്ളൂ, അവളുടെ അമ്മ തന്നെ നോക്കിക്കൊള്ളൂ. അവൾ വന്ന് കാണുകയോ നോക്കുകയോ വേണ്ടാതിരിക്കുകയോ ചെയ്യുക, എമൗണ്ട് കൊടുക്കുക, അതേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. കുഞ്ഞുങ്ങളായിപ്പോയില്ലേ, അവർക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ പറ്റുമെങ്കിലും അദ്ദേഹത്തിന് ഒഴിയാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. 14 ലക്ഷം രൂപ ഏതോ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് അത്രേ ഇതിനു വേണ്ടി അയച്ചു കൊടുത്തത്. ഒരല്പം മര്യാദയുണ്ടെങ്കിൽ ആ പണം അങ്ങ് തിരിച്ചു കൊടുക്കുക. സുഖിക്കാൻ വേറെ പൊയ്ക്കോളൂ, കുഴപ്പമില്ല, പക്ഷെ പണം തിരിച്ചു കൊടുക്കണം. നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിലുള്ള ഒരു പ്രശ്നം, മൈനസായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, 2 പേര് കല്യാണം കഴിക്കുന്നു. ആ കല്യാണം കഴിച്ചു പോകുന്ന പെണ്ണിനൊരു തുക കൊടുത്തങ്ങോട്ട് വിടും. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവൾ സ്വയം പര്യാപ്തയായി പോവുകയാണെങ്കിൽ ഒരു തുകയുടെ ആവശ്യമൊന്നുമില്ല. ഈ കൊടുത്ത തുക എടുത്ത് ചിലവാക്കുകയും ചെയ്യുക അവർ. ഓഫ് കോഴ്സ് അത് ചിലവാക്കണമല്ലോ. ഒരു ഒരു അതിഥിയായിട്ടല്ലല്ലോ അവിടെ വരുന്നത്, ഒരു പാർട്ട്ണറാണ് വരുന്നത്. അപ്പോൾ അയാളുടെ പ്രോബ്ലംസ് അവളുടെയും കൂടെ പ്രോബ്ലംസാണ്. സെപ്പറേറ്റഡ് ആകുമ്പോൾ ഈ കൊണ്ടുവന്ന തുക ചോദിക്കുന്നു. അതുവരെ ഇവർക്ക് ചിലവാക്കിയ പണം എവിടെ പോയി? അപ്പോൾ തീർച്ചയായിട്ടും കറപ്റ്റഡായ ഒരു രീതിയാണത്. അത് തീർച്ചയായിട്ടും അത് മാറ്റി പറയേണ്ട ഒരു കാര്യമുണ്ട്. 2 പേഴ്സൺസ് ഈക്വലി റെസ്പോൺസിബിളായി പാർട്ട്ണറായി വരുമ്പോൾ ആ ജീവിതത്തിലേക്ക് വരുന്നവർ 2 പേരും തുല്യരാണെങ്കിൽ തുല്യമായിട്ട് അതിനകത്ത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഉണ്ടായിരിക്കണം. ഒരാൾക്ക് താല്പര്യമില്ലാതെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് എമൗണ്ട് അയാളുടെ എഫേർട്ടിന് മറ്റേയാൾ കൊടുക്കാൻ ബാധ്യസ്ഥതാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവിടെ കീപ്പ് ചെയ്യുക. അപ്പോൾ ഈ വഴക്കുകൾ വരത്തില്ല. അതേസമയം ഫ്രീ ഓഫ് കോസ്റ്റ് അവിടെ ഇരിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി പോകുന്നു, നീ എനിക്ക് വേണ്ടി ഈ ടേമേ ശരിയല്ലെന്നാണ് എൻ്റെ ഒരു ഭാഗം. പിന്നെ ഇതിനകത്ത് നടന്നത് നമുക്ക് തിരുത്താനാകുന്ന ഒരു കാര്യമല്ല. ഒരാളുടെ അവൈലബിലിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പം അയാൾ അവിടെ ഇല്ല, അയാളുടെ പ്രസൻസ് ഇല്ല, അപ്പോൾ ഇത് കയറൂരി വിട്ട പട്ടമല്ലേ. അപ്പോൾ എന്ത് വേണോ ചെയ്യാമെന്നൊരു തോന്നൽ ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇങ്ങനെ ഒരു ഇല്ലീഗൽ ബന്ധം വന്നിട്ടുള്ളത്. ഇതിനേക്കാൾ ഉപരി ഒരു ഭാര്യയാണെന്നും 2 കുട്ടികളുടെ അമ്മയാണെന്നും തിരിച്ചറിഞ്ഞിട്ടും ആ ഡാൻസ് ടീച്ചർക്ക് അവളെ വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരൻ അയാളല്ലേ. ഇതിൽ ആരെ കുറ്റം പറയും ആരെ കുറ്റപ്പെടുത്തില്ല എന്നുള്ളതും ഒരു വിഷയമാണ്. പക്ഷെ ബേസിക്കലി എനിക്ക് പറയാനുള്ളത് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളുടെ അടുത്താണ്. നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഒരുപാട് ഫീലിങ്സ്, അതായത് 90% നിങ്ങളുടെ നല്ലതിനെ ഉപേക്ഷിച്ചിട്ട് 10% നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ആ 10% ചുരുങ്ങി ഇവിടെ നാട്ടിലുള്ളവർക്ക് 100% കൊടുക്കുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന 90% റീകളക്ട് ചെയ്യാനുള്ള സേവിങ്സ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. നിങ്ങളുടെ മണ്ടത്തരത്തിനെ മറ്റുള്ളവരുടെ ചതിയായി കാണിക്കരുത്. നിങ്ങളുടെ മണ്ടത്തരമാണ് അവർ നിങ്ങളെ ചതിക്കാനുണ്ടായ കാരണം. ഇയാൾ കണ്ണുമടച്ച് വിശ്വസിച്ച് ഈ സ്ത്രീക്ക് പൈസ അയച്ചു കൊടുക്കുകയും നിരന്തരമായി മെൻ്റൽ ടോർച്ചർ ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ആ പെൺകുട്ടി പോയെന്നാണ് അവൾ അവകാശപ്പെടുന്നത്. അവളുടെ വാക്കുകളൊന്ന് കേൾക്കാം. അങ്ങനെ കാര്യം നടന്നിട്ടേ ഇല്ല. എൻ്റെ മക്കളെ എന്തോടൊപ്പമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇപ്രാവശ്യം ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം എന്നെ നല്ലതായിട്ട് ഉപദ്രവിച്ചായിരുന്നു. അപ്പോഴും പിള്ളേർ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർ ഇയാൾക്ക് കാണാം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകും എന്നെ ഇത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ 2 പിള്ളേരെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടാക്കിയത്. അവർ 2 പേരെയും വീട്ടിലോട്ട് കൊണ്ടാക്കി കൊടുത്തു രാജേഷിനെ കാണാനായിട്ട്.
രാജേഷിനെ ഞാനോട്ട് ഒരു 2.5 വർഷം കൊണ്ട് ഒരു 3 വർഷത്തിലധികമായിട്ടും നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയിലല്ലായിരുന്നു. അപ്പോൾ ഇവിടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഡിവോഴ്സ് തരാമെന്നും ലീവിന് വരുമ്പോഴത്തേക്ക് ഡിവോഴ്സ് തരാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ 3 വർഷത്തിലൊരിക്കൽ വന്നിട്ട് 6 മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയായിരുന്നു രാജേഷ്. പിന്നെ രാജേഷിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഭാര്യ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാൻ രാജേഷും തമ്മിൽ 15 വയസ്സിൻ്റെ ഡിഫറൻ്റ് ഉണ്ട്. പക്ഷേ ഈ അമ്പലം അങ്ങനെയുള്ള കാര്യത്തിലാണ് രാജേഷ് ജീവിക്കുന്നത്. പിന്നെ ഈ 30 ലക്ഷം രൂപ ഞാൻ കൊണ്ട് പോയെന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഒരു എഗ്രിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് രാജേഷ്. അത് 2019 ആ സമയത്ത് ഒരു എഗ്രിമെൻറ്റ് എഴുതിയായിരുന്നു ഒരു വസ്തു വാങ്ങാനായിട്ട്. പക്ഷേ അതിലൊരു 13 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയതാണ്. പക്ഷേ അത്രയും പൈസ ആവാത്തതുകൊണ്ട് അത് കൊടുത്തിട്ടില്ല. അഥവാ അങ്ങനെ രാജേഷിന് അത് കള്ളത്തരമാണെന്ന് രാജേഷിന് അറിയാമായിരുന്നുണ്ടെങ്കിൽ രാജേഷിന് അത് ഗൾഫിൽ നിന്ന് വരുമ്പോഴത്തേക്കും മുമ്പേ കൂട്ടി പരാതി കൊടുക്കാനുള്ളതാണ്. പക്ഷേ അതിനുശേഷം രാജേഷ് ഒരു 3-4 വർഷം നാട്ടിൽ വന്നായിരുന്നു. എന്നിട്ട് പോലും രാജേഷ് ഈ ഒരു കേസ് കൊടുത്തിട്ടില്ല. ഇപ്പം എന്തുകൊണ്ടാണ് ഇത് ചെയ്താൽ വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ കേസ് കൊടുക്കുന്നതിന് മുമ്പേ രാജേഷ് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, രാജേഷ് ഇങ്ങനെ കേസ് കൊടുക്കുമെന്ന്. രണ്ടുപേരും 2 രീതിയിലാണ് പറയുന്നത്. എന്നോടൊന്നും പറഞ്ഞില്ല. മക്കളോടത്ത് ഞാനിപ്പോൾ നാട്ടിൽ വന്ന് ചോദിച്ചോ പറഞ്ഞ് എന്തുകൊണ്ട് അച്ഛനോട് ഇതൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ കൊന്നു കളയുമെന്ന് പറഞ്ഞു. അച്ഛനോട് പറഞ്ഞാൽ കൊന്നു കളയും, അച്ഛൻ അറിയുമ്പോൾ അറിഞ്ഞോട്ടെ എന്നമ്മ പറഞ്ഞു. ആരുടെ കൂടെയാണ് നിൽക്കുന്ന, കമൽ രാജിൻ്റെ കൂടെയാണ് നിൽക്കുന്നതൊക്കെ അച്ഛൻ അറിയുമ്പോൾ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. ഒരു പ്രശ്നവുമില്ല. ഇത്രയും ഞാൻ വരുന്നത് വരെ അവൾ എന്നുമായിട്ട് സംസാരിച്ച് ചിരിച്ചും കളിച്ചും സന്തോഷിച്ച് എൻ്റെ പൈസ മൊത്തം തട്ടിയെടുക്കുകയാണ് ചെയ്തത്. ഗൂഗിൾ പേ വഴിയും പല രീതിയിലും അവൾ വിളിക്കുന്നത് എന്നെ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്നെ വിളിച്ചോണ്ടിരുന്നു. വരുമ്പോൾ അവരെ കൊണ്ട് സിനിമ കാണാൻ പോകുമായിരുന്നു, ബീച്ചിൽ പോകുമായിരുന്നു, കുട്ടികളെ കൊണ്ട് പാർക്കിൽ പോകുമായിരുന്നു. പിന്നെ അവരെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അതെടുത്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ പല രീതിയിലും സന്തോഷിച്ചിട്ട് തന്നെ ഹാപ്പി ആയിരുന്നു. ആ സമയത്തും ഭാര്യ കാമുകനുമായിട്ട് കണക്ഷനാണ്. അതെ, നിങ്ങളൊരു പൊട്ടനായിരുന്നു അന്ന്. ആ ചോദ്യത്തിന് അതെ എന്നാ പുള്ളിയുടെ ഉത്തരം. ഏതായാലും സംഭവിച്ചു. ഇനി പരസ്പരം ചെളിവാരി അറിയാതെ കോംപ്രമൈസ് ചെയ്തത് കൊളാപ്സ് ആക്കാതെ നന്നായി തീർക്കട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നു. പലരും ഇങ്ങനെയാണ്. പരസ്പരം പ്രശ്നമില്ലെങ്കിൽ വേറൊരാളവർ ചൂസ് ചെയ്യത്തില്ലല്ലോ. 2 പേരുടെ കയ്യിലുമുണ്ട്. 2 പേരുടേതും കേൾക്കുമ്പോൾ എനിക്ക് 2 പേരുടെ കയ്യിലും തെറ്റുള്ളതായിട്ടാണ് തോന്നിയത്. പക്ഷേ കുഞ്ഞുങ്ങൾക്കാണ് ആരുമില്ലാണ്ടായി പോകുന്നത് പരസ്പരം വെല്ലുവിളിക്കുമ്പോൾ. അമ്പലവും കൂടിയാട്ടവും ഒക്കെ കൊണ്ട് നടക്കുമ്പം ഭാര്യ വേണ്ട എന്ന് പുള്ളിക്കാരത്തി പറയുന്നതിന് എന്തോ ഒരു ധ്വനി ഉള്ളതുപോലെ തോന്നും. നെസസറി ആയ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ പെണ്ണുങ്ങൾ വേറെ തീരുമാനിച്ച് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അത്തോടെ ഈ പ്രവാസം എന്ന് പറയുന്ന രീതി, അതായത് നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആവശ്യങ്ങളുള്ള പെണ്ണാണ്. അപ്പോൾ അത് നിലനിർത്തണം. നമ്മളെ വേണമെന്നാക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ വിവാഹം കഴിഞ്ഞു പിന്നെ അവളുടെ ഉത്തരവാദിത്തം അവൾ നമുക്ക് വേണ്ടി അടിമയായിട്ട് അവിടെ കിടന്നോളും എന്ന് ചിന്തിക്കുന്നതും തെറ്റാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വിളിക്കുകയും അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ. അവൾ പണത്തിന് വേണ്ടി വിളിച്ചാലും വിളിച്ച് സംസാരിക്കാമല്ലോ. പിന്നെ ഇവൾ പോകുന്നിടത്തൊക്കെ വീഡിയോ കോൾ വേണമെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അത് ഒരു പക്ഷേ അവൾ എതിർക്കുന്നത് ശരിയായ നടപടിയുമല്ല. അതൊന്ന് കാണിച്ചു കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? അപ്പോൾ അവിടെ തന്നെ കല്ല് കടിച്ച സ്ഥിതിക്ക് പിന്നെ പണം അയച്ചു കൊടുത്തത് എന്തിനായിരുന്നു? പുള്ളിക്കാരത്തി വേറൊരു വശമാണ് പറയുന്നത്, അയച്ചു കൊടുത്ത പണം അത് മുൻപാണ്, ആ കാര്യം ഇപ്പോഴല്ല എന്ന്. അപ്പോൾ ആ കച്ചവടം അവിടെ നടന്നിരുന്നു എന്ന് പറയുമ്പോൾ പൈസ പുള്ളിക്കാരത്തി അടിച്ചു മാറ്റിയെന്നത് വ്യക്തം. പൈസ എങ്ങ് തിരിച്ചു കൊടുക്കുന്നതാണ് മാന്യത. ആ കുട്ടികളെയും. ഏതായാലും 2 പേരുടെ കെടുകാര്യസ്ഥത കൊണ്ട് നഷ്ടപ്പെട്ടത് 2 കുഞ്ഞുങ്ങളുടെ ജീവിതം, സുരക്ഷിതമായ ജീവിതമാണ്. അമ്മ നല്ലപോലെ നോക്കുമായിരിക്കും, അമ്മയുടെ കാലശേഷം ആരോ. എന്തായാലും വല്ലാത്ത ദുരിതം കണ്ടപ്പോൾ സങ്കടം തോന്നി. ഈ പ്രവാസം എന്നതിന് മാത്രമല്ല കേട്ടോ, പൊതുവിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ നടക്കുന്ന ഒരു പോരായ്മയാണിത്. നമ്മൾ വിശ്വസിച്ച് നമ്മളുടെ എല്ലാം ഊരി അങ്ങോട്ട് കൊടുക്കും. അതേപോലെ അയാൾ സമ്പാദിക്കുന്നതെല്ലാം കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുക്കും. ഈ ഒരു ടേം മാറിയിട്ട് അല്പം എന്താണോ എക്സ്പെൻസ് അത് മീറ്റ് ചെയ്യുക, ദ റെസ്റ്റ് 2 പേരും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സേവ് ചെയ്യുക. അപ്പോൾ പിന്നെ 2 പേർക്കും ഒരു ബലം ഉണ്ടാകും. അഥവാ സെപ്പറേറ്റഡ് ആയാലും വി ഹാവ് അവർ ഓൺ ഏണിങ്സ് എന്ന രീതിയിൽ. അതുപോലെ വീട്ടുകാർ കൊടുക്കുന്ന ക്യാഷ് അതിൽ എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എനിക്ക് മറ്റൊന്നും ഇല്ല എന്നൊരു ബോധം പെൺകുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിനെ കൊണ്ട് കളയുക തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ ടൈമിലേക്ക് പോവാതിരിക്കുക. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ സ്ത്രീധനം കൊടുത്തെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കുക, പിന്നെ ഞാൻ ഇത്ര പേയ്മെൻറ്റ് കൊടുത്തെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കുക. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളുടെ കെടുകാര്യസ്ഥതയും
നമ്മളെ കൊണ്ട് സാധിക്കാത്തത് നമ്മുടെ കയ്യിലിരിപ്പും കൊണ്ട് നമുക്ക് വരുന്ന കാര്യങ്ങൾക്ക് മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത്തരം കുടുംബ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഇപ്പോൾ ഭയമാണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലത് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തവരുണ്ട്. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ തിരിയത്തില്ല. ഈ രണ്ടുപേർ തമ്മിൽ ഇഷ്ടപ്പെടാതെ ജീവിക്കുന്നതിലും ഭേദം രണ്ടുപേർ സെപ്പറേറ്റഡായി ജീവിക്കുന്നത് തന്നെയാണ്. പക്ഷെ അത് പരസ്പരം പറ്റിച്ചുകൊണ്ടാകരുത്. മ്യൂച്വലായി പറഞ്ഞ് പിരിയൂ, ഒരു പ്രശ്നവുമില്ല. പിന്നെ അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് അയാളുടെ മുഴുവൻ സമ്പാദ്യവും അടിച്ചു മാറ്റിയിട്ട് ഇയാൾക്കൊപ്പം സ്വസ്ഥമായി ജീവിക്കാമെന്ന് വിചാരിക്കുന്നതും ഒരു തെറ്റായ നടപടിയാണ്. അത് തെറ്റായ ഒരു ചൂണ്ടിക്കാട്ടലാണ്. അത് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരും എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ നല്ല സുഖം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഇതിന് മറ്റൊരു വശമുണ്ട്. ഒരാളെ ചതിച്ചുകൊണ്ട് നിൻ്റെ ഒപ്പം വന്ന് നിൽക്കുന്ന വ്യക്തിയും ഒരാളെ ചതിച്ചുകൊണ്ട് നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായ വ്യക്തിയും ചതി നേരത്തെ കൂട്ടി അറിയാവുന്ന വ്യക്തികളാണ്. ചതി പരസ്പരവും കിട്ടും, തീർച്ചയായിട്ടും ഉണ്ടാകും. അതുമാത്രമല്ല, കർമ്മ എന്ന് പറയുന്നത് ഇപ്പോഴൊക്കെ കൂടെ കിട്ടും. പണ്ട് 3 ജന്മങ്ങൾക്കപ്പുറമൊക്കെ അനുഭവിച്ചതായിരുന്നു, ഇപ്പോൾ കൂടെ കിട്ടും. അതാ കർമ്മ ഭയങ്കര പ്രശ്നം. കാത്തിരുന്ന് കാണാം. ഏതായാലും 2 പേർക്ക് മനസ്സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.